ബാത്റൂമിൽ കണ്ടെത്തി. ഈ ടൈറ്റിലോടുകൂടി ഒരു പ്രമുഖ US ന്യൂസ് പേപ്പറിലെ ഫുൾ പേജ് ആഡോടുകൂടിയാണ് നോർമൽ എംവിയുടെ പ്രോമോ ബിഗ് ഹിറ്റ് പുറത്തുവിട്ടത്. ഓൺലൈൻ മീഡിയകളിൽ ദിനംപ്രതി വരുന്ന BTS ഗോസിപ്പുകൾക്കെതിരെ അതേ നാണയത്തിൽ കൊടുത്ത ഒരു മറുപടി തന്നെയായിരുന്നു ഇത്. ജൂലൈ 17-ന് സ്പോട്ടിഫൈ വഴി എക്സ്ക്ലൂസീവായും ജൂലൈ 19-ന് യൂട്യൂബിലൂടെയുമായിരുന്നു നോർമൽ MV റിലീസ് ചെയ്തത്. ഈ ഒരു നോർമൽ സോങ് വെറുമൊരു സാധാരണ പാട്ടല്ല, മറിച്ച് BTS എന്ന ഗ്രൂപ്പിന്റെ കഴിഞ്ഞ 13 വർഷത്തെ ചരിത്രത്തെയും അവരുടെ കരിയറിലെ ജയപരാജയങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ MV അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് മെമ്പേഴ്സ് മുമ്പൊരു തവണ ചില സൂചനകളൊക്കെ തന്നിരുന്നു. ഇതൊരു ലവ് സോങ് ആണെങ്കിലും സാധാരണ കാണുന്ന പ്രണയമല്ല ഇതിലുള്ളത്. പ്രണയത്തിൽ സന്തോഷവും സങ്കടവും ഉള്ളതുപോലെ തന്നെ BTS തങ്ങളുടെ കരിയറിലെ കഴിഞ്ഞ 13 വർഷത്തെ യാത്രയിൽ അനുഭവിച്ച സന്തോഷത്തിന്റെ വശവും സങ്കടത്തിന്റെ വശവുമാണ് ഈ പാട്ടിലൂടെ കാണിച്ചു തരുന്നത്. BTS എന്ന ബാൻഡ് ലോകമെമ്പാടും നേടിയെടുത്ത വലിയ ജനപ്രീതിയും അവാർഡുകളും അവരെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആർമി എന്ന ആരാധക കൂട്ടവും അതുപോലെ തന്നെ കൊറിയയിലും ആഗോളതലത്തിലും അവർ സ്വന്തമാക്കിയ സമാനതകളില്ലാത്ത വിജയങ്ങളുമെല്ലാം ഈ സന്തോഷകരമായ വശത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അതേസമയം BTS ഇന്ന് കാണുന്ന വിജയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരനുഭവിച്ച കടുത്ത പ്രതിസന്ധികളും ഇതിന്റെ മറ്റേ വശത്ത് കാണിക്കുന്നു. കരിയറിന്റെ തുടക്കകാലത്ത് അവർക്ക് അർഹിച്ച അംഗീകാരങ്ങൾ കിട്ടാതെ പോയതും പല വലിയ അവാർഡുകളും നഷ്ടപ്പെട്ടതും വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുകളും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൂടാതെ എത്രത്തോളം ആരാധകർ അവർക്കുണ്ടോ അത്രത്തോളം തന്നെ ക്രൂരമായി അവരെ വേട്ടയാടിയ ഹേറ്റേഴ്സും അവർക്കുണ്ടായിരുന്നു. അത്തരം മോശം സാഹചര്യങ്ങളെയും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈ ഭാഗത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇത്രയധികം പ്രതിസന്ധികളും സങ്കടങ്ങളും ഉണ്ടായിട്ടും BTS മെമ്പേഴ്സ് എല്ലാവരും ഒരു കുടുംബത്തെ പോലെ ഒന്നിച്ച് ഒരേ മനസ്സോടെ നിന്ന ആ ഒരൊറ്റ കാര്യമാണ് അവരെ മുന്നോട്ട് നയിച്ചതും. ആ ഒരു ഒത്തൊരുമയാണ് ഈ പാട്ടിലൂടെ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആശയം. ഈ വീഡിയോയിലുടനീളം BTSന്റെ പഴയ പല മ്യൂസിക് വീഡിയോകളിലെയും ദൃശ്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് കാണിക്കുന്നുണ്ട്, ഒരു റീക്രിയേഷൻ പോലെ. അതവരുടെ കഴിഞ്ഞ 13 വർഷത്തെ കരിയറിലെ ഫുൾ കളക്ഷൻ ഓഫ് മെമ്മറീസ് ആണ്. ആ പഴയ ദൃശ്യങ്ങൾ കാണിക്കുന്നത് വഴി BTS കടന്നു വന്ന ആ വലിയ ജേണിയെ തന്നെയാണ് അവര് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇതിലെ ഓരോ ദൃശ്യങ്ങൾക്കുമുണ്ട് ഓരോ കഥ പറയാൻ. ഓരോ ദൃശ്യങ്ങൾക്ക് പിന്നിലും വളരെ ആഴത്തിലുള്ള അർത്ഥവുമുണ്ട്. ഇതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ് MVയുടെ തുടക്കത്തിൽ വരുന്ന ആ സ്ത്രീ BTS മെമ്പേഴ്സിന്റെ പോളറോയിഡ് ചിത്രങ്ങൾ വായുവിലേക്ക് വലിച്ചെറിയുന്ന ദൃശ്യം. ആർട്ടിസ്റ്റുകളുടെ സ്വകാര്യ ജീവിതം വെറുമൊരു വിൽപ്പന ചരക്കായി കാണുന്ന ആളുകളെയും സൗഹൃദം നടിച്ച് സ്വകാര്യ വിവരങ്ങൾ ചോർത്തി ലാഭം കൊയ്യുന്ന വ്യാജന്മാരെയുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് വരുന്ന ജങ്കുക്കിന്റെ ഷവർ സീൻ. ആളുകൾ തനിക്കുമേൽ അടിച്ചേൽപ്പിച്ച സെലിബ്രിറ്റി പട്ടം എത്ര കഴുകിയാലും പൂർണ്ണമായും മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്ന നിസ്സഹായാവസ്ഥയെയാണ് കാണിക്കുന്നത്. ജിമിന്റെയും ജിന്നിന്റെയും ദൃശ്യങ്ങളിലൂടെ വളരെ ക്ഷീണിതനായ ജിമിനെ നമുക്ക് കാണാൻ കഴിയും. തനിച്ചിരുന്ന് ചായ കുടിക്കുന്ന ജിന്നിലൂടെ ചുറ്റുമുള്ള ബഹളങ്ങൾക്കിടയിലും അവരനുഭവിക്കുന്ന ഏകാന്തതയെ കാണിക്കുന്നു. സ്റ്റേജിലെയും പാർട്ടികളിലെയും ആഘോഷങ്ങൾക്കിടയിൽ അവർ മറച്ചുവെക്കുന്ന മാനസികവും ശാരീരികവുമായ വേദനകളെയാണ് മുഖത്ത് പരിക്കുകളോടെ സോഫയിൽ കിടക്കുന്ന വിയിലൂടെ കാണാൻ കഴിയുന്നത്. പിന്നീട് വരുന്ന മെമ്പേഴ്സ് 7 പേരുമുള്ള ഫ്രെയിമിൽ വളരെ ആഡംബരമായ വലിയൊരു മുറിയിലെ കസേരകളൊക്കെ മറഞ്ഞു കിടക്കുന്നതായും വസ്ത്രങ്ങളൊക്കെ അലങ്കോലമായി കിടക്കുന്നതായിട്ടും അതേ മുറിയിൽ തന്നെ അവര് വളരെ ടയേർഡായി ഇരിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. ക്യാമറ അടുത്തേക്ക് വരുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതും. ഒരേ മുറിയിലാണെങ്കിലും അവര് പരസ്പരം സംസാരിക്കുന്നില്ല. ഓരോരുത്തരും അവരവരുടെ ചിന്തകളിലും വല്ലാത്ത ഒരു ഒറ്റപ്പെടലിലും തന്നെയാണെന്ന് അവരുടെ മുഖങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ആ മുറിയിലെ ചുമരിലായി ഒരു വലിയ മിറർ നമുക്ക് കാണാം. അത് വെറുമൊരു അലങ്കാര വസ്തു എന്നതിലപ്പുറം അവരെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിന്റെയും പാപ്പരാസി മീഡിയകളുടെയും കണ്ണുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് അവരെത്രയൊക്കെ പ്രൈവസി കീപ്പ് ചെയ്യാൻ നോക്കിയാലും ലോകം അവരെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം വളരെ സിംബോളിക്കായി ആ മിററിലൂടെ പറയാൻ സാധിച്ചു. ഇനി ഹോബിയുടെ സീനിലേക്ക് വരുമ്പോൾ, സാധാരണയായി ഒരു വീടിന്റെ ഉള്ളിൽ വെക്കുന്ന ബാത്ത് ടബ് ഇവിടെ പുറത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലൂടെ സ്വകാര്യത കിട്ടാത്ത സെലിബ്രിറ്റി ലൈഫിനെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഡബ്ബിൽ വെള്ളം നിറയ്ക്കുന്നതിന് പകരം ആ ഓസ് വഴി പുറത്തോട്ടാണ് വെള്ളം ഒഴുക്കി കളയുന്നത്. ഈ സീനിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, BTS എന്ന ബാൻഡിനെ അതിന്റെ സ്റ്റാർഡം ഒട്ടും കുറയാതെ അതേപടി ഉയരങ്ങളിലേക്ക് ഇനിയും ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സ്വന്തം വ്യക്തിജീവിതവും
സമാധാനവുമെല്ലാം ഹോമിക്കേണ്ടി വരുന്നുണ്ട്. ഇതിനു പകരമായി അവർക്ക് കിട്ടുന്നതോ സ്റ്റേജിലെ കയ്യടികളും വലിയ നേട്ടങ്ങളുടെ ആവേശവുമാണ്. എന്നാൽ അതിന്റെ മറുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം സ്വകാര്യതയും അവരുടെ ഒരു സാധാരണ ജീവിതവുമാണ്. യൂങ്കിയുടെ സീനിൽ പുള്ളി ഒരു സ്റ്റാച്ചുവിന്റെ ചെവിയിൽ ഫോൺ വെച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിലൂടെ സെലിബ്രിറ്റി ലൈഫിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കിലും യഥാർത്ഥ ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നതിനെ കാണിക്കുന്നു. പിന്നീടുള്ള സീനിൽ ഗേറ്റ് കടന്ന് പുറത്തു പോകാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്നീടത് വേണ്ടെന്ന് വെക്കുന്നു. തനിച്ചുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ ഏഴുപേരും ഒന്നിച്ചു നിൽക്കുന്നതിനെയാണ് യൂങ്കി തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് വരുന്ന പാർട്ടിക്കിടയിൽ നംജൂൺ വലിയൊരു കേക്കിന്റെ കഷ്ണം ക്യാമറയ്ക്ക് നേരെ കാണിക്കുകയും തനിച്ചിരുന്ന് അത് കഴിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ മീഡിയയ്ക്ക് വേണ്ടി ജീവിക്കുന്നതും യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുന്നതും തമ്മിലുള്ള വലിയ അകലത്തെയാണ് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു കേക്ക് സീൻ ഫ്രാൻസിലെ രാജ്ഞിയായിരുന്ന മാരി അന്റോണൈറ്റിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി പലരും പല വിശദീകരണങ്ങളും പറയുന്നുണ്ട്. അതായത് പട്ടിണിയിലായ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ട് രാജ്ഞി പറഞ്ഞു എന്ന് പ്രചരിക്കപ്പെട്ട ഒരു പ്രസ്താവനയായിരുന്നു ലെറ്റ് ദം ഈറ്റ് കേക്ക്. യഥാർത്ഥത്തിൽ അവരെ ജനമധ്യത്തിൽ ഒരു ബലിയാടാക്കാൻ വേണ്ടി അന്നത്തെ വിപ്ലവ മാധ്യമങ്ങളും പൊതുസമൂഹവും കെട്ടിച്ചമച്ച ഫേക്ക് ന്യൂസ് ആയിരുന്നു അത്. ഇതിന് സമാനമായാണ് മീഡിയ ഇന്ന് ബിടിഎസിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് പോലും നുഴഞ്ഞു കയറി കാര്യങ്ങളെ വളച്ചൊടിച്ച് വെറും ക്ലിപ്പ് ബൈറ്റ് വാർത്തകളാക്കി മാറ്റുന്നത്. ഈ സെലിബ്രിറ്റി മിത്തിന് നടുവിലും യഥാർത്ഥത്തിൽ തങ്ങൾ എല്ലാവരാലും ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരാണെന്ന യാഥാർത്ഥ്യമാണ് ഈ കേക്ക് സീനിലൂടെ കാണിക്കുന്നത്. വർഷങ്ങളോളം ക്യാമറകൾക്കും ഹെഡ്ലൈനുകൾക്കും മുന്നിൽ ജീവിച്ചു വരുന്നത് കൊണ്ട് തന്നെ തങ്ങളുടെ യഥാർത്ഥ സ്വത്വം ഏതാണെന്ന് സ്വയം സംശയിച്ചു പോകുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ നിസ്സഹായാവസ്ഥയും ആർഎമ്മിലൂടെ നമുക്ക് കാണാം. ചുരുക്കത്തിൽ ബിടിഎസിന്റെ നോർമൽ എന്ന മ്യൂസിക് വീഡിയോ ഒരു ആൽബം എന്നതിലപ്പുറം ഗ്ലോബൽ ഫെയിമിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന 7 കലാകാരന്മാരുടെ ആത്മസംഘർഷങ്ങളുടെയും നിസ്സഹായാവസ്ഥയുടെയും തുറന്നെഴുത്താണ്. പാപ്പരാസികളുടെ കടന്നുകയറ്റവും മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണങ്ങളും സ്വർണ്ണക്കൂട്ടിനുള്ളിലെ അരയന്നത്തെ പോലെയുള്ള ഏകാന്തതയുമെല്ലാം ഈ വീഡിയോയിൽ ഒരു ദൃശ്യാവിഷ്കാരമായി പങ്കുവയ്ക്കുന്നുണ്ട്. യഥാർത്ഥ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന സെലിബ്രിറ്റി ജീവിതത്തിന്റെ ശൂന്യത അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ഓടി ഒളിക്കാതെ 7 പേരും ഒന്നിച്ചു നിൽക്കാനാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ കരിയറിലെ 13 വർഷത്തെ പ്രയാണത്തിൽ നേരിട്ട എല്ലാ സന്തോഷങ്ങളെയും വേദനകളെയും അതേപടി സ്വീകരിച്ചുകൊണ്ട് ഈ അസാധാരണ ജീവിതത്തിലെ പ്രതിസന്ധികളെ പരസ്പരമുള്ള ഒത്തൊരുമയിലൂടെ മറികടക്കുന്ന ബിടിഎസിന്റെ അതിജീവനത്തിന്റെ കഥയാണ് നോർമലിലൂടെ ബിടിഎസ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഈ വീഡിയോയിൽ ഞാൻ മിസ് ചെയ്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.